നമ്മൾ നേരെ പോകുന്നത് പത്തനംതിട്ടയിലേക്കാണ്. അവിടെ ചിറ്റാറിൽ ഒരു ചതുരങ്കള്ളിപ്പാറയുണ്ട്. എന്താണ് ആ പാറയുടെ പ്രത്യേകത? ആ പാറയുടെ മുകളിലെത്തിയാൽ കാടിൻ്റെ വശ്യതയൊക്കെ ആസ്വദിച്ച് ഒരുപാട് നേരം നമ്മളവിടെ ഇരിക്കും എന്നാണ് നമ്മുടെ ശ്രീകുമാരൻ പറയുന്നത്. അതൊന്ന് പരീക്ഷിക്കണ്ടേ? അപ്പോൾ സമയം കളയണ്ട, നേരെ പോകാം. ചതുരങ്കള്ളിപ്പാറ റെഡി. ഹായ്, ഗുഡ് ആഫ്റ്റർനൂൺ. ഞങ്ങൾ പത്തനംതിട്ട ടീം എന്നുള്ളത് ചിറ്റാർ ചതുരക്കളിപ്പാറയിലാണ്. അവനവൻ്റെ സന്തോഷങ്ങൾ തീരുമാനിക്കേണ്ടത് അവനവൻ തന്നെയാണ് എന്നതാണ് എൻ്റെയും ഞങ്ങളുടെ ടീമിൻ്റെയും പോളിസി. യാത്രകളാണ് ഞങ്ങളുടെ സന്തോഷം, വന്യമായ യാത്രകൾ. ആ യാത്രകൾ ആസ്വദിക്കാനാണ് ഇന്ന് ചതുരക്കളിപ്പാറയിലെത്തിയിരിക്കുന്നത്. എനിക്ക് പുറകിൽ കാണുന്നതാണ് ശബരിമല പാതയിലെ ലാഹ മുതൽ അട്ടത്തോട് വരെ ആ പാതയിലൂടെ കടന്നു പോകാം. തുടർന്ന് ശബരിമലയിലും പമ്പയിലും ഒക്കെ എത്താം. എന്തായാലും ചതുരക്കള്ളിപ്പാറയിലെ ഈ മനോഹരമായ ദൃശ്യം പ്രേക്ഷകരുടെ മുൻപിലേക്ക് വീണ്ടും എത്തിക്കാൻ ഞങ്ങൾ ശ്രമിക്കുകയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരു ഹെലിപ്പാഡിലാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? വർഷങ്ങൾക്ക് മുൻപ് AVTയുടെ കരിക്കയത്തെ പ്ലാന്റേഷനിൽ തുരിശടിക്കാനും മറ്റും ഹെലികോപ്റ്ററുകൾ എത്തിയിരുന്നു. അതിനുവേണ്ടിയാണ് ഇവിടെ ഒരു ഹെലിപ്പാഡ് നിർമ്മിച്ചതെന്നാണ് പറയുന്നത്. ഈ പാറയിൽ ഇങ്ങനൊരു ഹെലിപ്പാഡ് കൂടി കണ്ടപ്പോൾ അന്നത്തെ കാലത്തെ കൺസ്ട്രക്ഷനും അതുപോലെ തന്നെ ആ ഒരു നിർമ്മിതിയും ഒക്കെ അതിമനോഹരമായിട്ട് നമുക്ക് ഫീലാവുന്നുണ്ട്. എന്തായാലും കാഴ്ചകൾ ഇനിയുമുണ്ട്. നല്ല കാഴ്ചയാണ്. കുറച്ചും മഴ കൂടി പെയ്തിരുന്നെങ്കിൽ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. വരുന്ന സമയത്ത് നല്ല മഴ പല മേഖലയിലും ഉണ്ടായിരുന്നു. ഇവിടെ പക്ഷേ അങ്ങനെ മഴയില്ല. എങ്കിലും മനോഹരമായ കാഴ്ച ഇവിടെ നിന്ന് ആസ്വദിക്കാൻ കഴിയുന്നു. ചതുരക്കള്ളിപ്പാറയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇപ്പോൾ ചെറുതായിട്ടുള്ള ഒക്കെ വെയിലൊക്കെ ഉണ്ട്. പക്ഷേ നല്ല കാറ്റാണ്, നല്ല സുഖമുള്ള കാറ്റാണ്. ഇവിടെ വന്ന് ദൃശ്യങ്ങൾ ആസ്വദിക്കാം. പക്ഷേ വരുന്നവരോട് ഒന്ന് മാത്രമേ പറയാനുള്ളൂ: ഈ മനോഹരമായ പ്രകൃതി തന്ന വരദാനത്തെ നശിപ്പിക്കരുതെന്ന് മാത്രം. സഞ്ജയ് ഇക്ബാലിനും അഭിലാഷ് കൈതമണിനും റെനി ചിറ്റാറിനുമൊപ്പം ശ്രീകുമാരൻ, ടീം 24 പത്തനംതിട്ട.